ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹോം കെയറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വൈസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഹോം കെയർ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ ഹോം കെയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ജോലി കിട്ടും, ANM കിട്ടുമോ, GNM കിട്ടുമോ, ലൈസൻസ് ഇല്ലാണ്ട് കിട്ടുമോ, എന്താ പറയുക, എന്താണ് അവിടെ, അങ്ങനെ കുറേ ഡൗട്ട്. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിന്നെ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഡൗട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോം കെയർ, അവരുടെ വീട്ടിൽ പോയിട്ട് ഹോം കെയർ സർവീസ് കൊടുക്കുക. അതായത് പേഷ്യൻസിൻ്റെ വീട്ടിൽ പോയിട്ട് കെയർ കൊടുക്കുന്നതാണ് ഹോം കെയർ. അത് റിലേറ്റഡ് ടു എൽഡർ കെയർ, പീഡിയാട്രിക് കെയർ, എന്താ പറയുക, നിയോനാറ്റൽ കെയർ, അതുപോലെ തന്നെ എന്താ പറയുക, IVs, ബ്ലഡ് കളക്ഷൻസ്, അതുപോലെ ഇഞ്ചക്ഷൻസുകൾ, ഡ്രസ്സിങ്, വാട്ട് എവർ ഇറ്റ് ഈസ് കമ്മിങ് ബൈ ദി ഹെൽത്ത്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിൽ പോയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഹോം കെയർ. പിന്നെ അത് കുറേ പേർക്ക് ഡൗട്ടാണ് ഇപ്പോഴും. അങ്ങനെ പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു, ANMസിന് വേക്കൻസി ഉണ്ടോയെന്ന്. ANM പഠിച്ചവർക്ക് വേക്കൻസി ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ANMസിന് എന്തൊക്കെ ഇതിലേക്കാണ് അവരെടുക്കുന്നത് എന്നുള്ളത്. ANMസിന് അവരെടുക്കുന്നുണ്ട്, വിത്തൗട്ട് ലൈസൻസിലും എടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, സാധാ ഒരു നേഴ്സിൻ്റെ പോലത്തെ സാലറിയോ കാര്യങ്ങളോ അവർക്ക് കിട്ടില്ല. അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കെയർ ടേക്കർ എന്ന രീതിക്കാണ് അവരെടുക്കുന്നത്. കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഇൻക്ലൂഡിങ് നോൺ മെഡിക്കൽ കാര്യങ്ങളും ഒരു പേഷ്യൻറ്റിൻ്റെ മാത്രം ചെയ്താൽ മതി. നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പേഷ്യൻസിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മെഡിക്കലിൽ നമുക്ക് ANMും വിത്തൗട്ട് ലൈസൻസ് ഉള്ളവർക്ക് എന്താ പറയുന്നത്, കുറച്ച് ലിമിറ്റഡ് ഉണ്ട്. അവർക്ക് എല്ലാം തന്നെ ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് ഉള്ളവർക്കുള്ള പോലെ തന്നെ എല്ലാ കെയറും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഓൾറെഡി ഇതാക്കിയായിരുന്നു. ബ്ലഡ് കളക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കേഷൻ IV മെഡിസിൻസ് കൊടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ട്രക്യോസ്റ്റമി, ഓസ്റ്റമി, അതുപോലെ തന്നെ ഫീഡിങ് ട്യൂബ് അല്ലെങ്കിൽ യൂറിൻ കത്തീറ്റർ ചേഞ്ചിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക്, ട്രക്യോസ്റ്റമി, പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റർ, ചില പേഷ്യൻസ് വീട്ടിൽ ഹോം വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ കെയറുകൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നും അവർക്ക് കിട്ടില്ല. അവർക്ക് കിട്ടുന്നത് സാധാ എൽഡറി പേഷ്യൻസ് കിട്ടുന്നു. അവരെ പോയിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങൾ, പൊസിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇൻക്ലൂഡിങ് ഡ്രസ്സിങ് പോലും വിത്തൗട്ട് ലൈസൻസും ANMസിനും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ കെയറിന് വേണ്ടിയിട്ട് അവർ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് പോയി സ്റ്റേ ചെയ്യാനുള്ളതും 24 hours കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെയുള്ളത് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്, ലൈസൻസ് ഇല്ലാണ്ട് വിത്തൗട്ട് അവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, അവർക്ക് സാലറി റേഞ്ചും ഒരു 2000 to 3000 ആ റേഞ്ചിനുള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വിത്ത് കുറേ എക്സ്പീരിയൻസ് UAയിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സാലറി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഇത്രയൊക്കെ സാലറി കൊടുക്കുന്നുള്ളൂ. പക്ഷേ അപ് ടു 5000 വരെ സാലറി കിട്ടുന്നവരും ഉണ്ട്. പക്ഷെ അവരത് ഇപ്പോൾ ഒരു പേഷ്യൻസിൻ്റെ വീട്ടിൽ ലോങ് ആയിട്ടൊരു 5-6 വർഷമായിട്ട് അവർ അവിടെ തന്നെ ഉള്ള, അപ്പോൾ ആ നേഴ്സിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അന്നേരം അവർ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അവർക്ക് സാലറി കുറച്ചുണ്ട്. പക്ഷെ മാക്സിമം ഈ 2000, 2500, 3000 ഈ റേഞ്ചിൽ അവർക്ക് സാലറി കിട്ടുന്നുള്ളൂ. വിത്തൗട്ടും ANMസിനുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അവർക്കും അവർ പറയുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. അവരും സാധാ പോലെ തന്നെ ഓൺലൈനിൽ കയറിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇൻഡീഡ് ഉണ്ട്, പിന്നെ ലിങ്ക്ഡ്, അങ്ങനത്തെ ഒക്കെ സംഭവം. അപ്പോൾ ഒരു CV ഉണ്ടാക്കുക, അവർക്ക് എത്ര എക്സ്പീരിയൻസ്, നാട്ടിൽ എത്ര ഉണ്ട്, ഈ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അതോറിറ്റീസ്, അത് മെൻഷൻ ചെയ്തിട്ട് ഒരു CV മെൻഷൻ ചെയ്യുക, അവർ അയച്ചു കൊടുക്കുക. ഹോം കെയർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗൂഗിളിൽ ഹോം കെയർ പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിന് കുറേ ഇത് കിട്ടും. അതിലെല്ലാം കയറി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്പറും കൊടുത്തതിന് അവർ മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഉറപ്പായിട്ടും വിത്തൗട്ട് ലൈസൻസ് ഉള്ളവരും ANMസിനെയൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ എൽഡർ കെയർ പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇവിടെ എസ്പെഷ്യലി UAE, അബുദാബി ആ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിനെ എടുക്കുന്നുണ്ട്. കേട്ടല്ലോ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. കുറച്ച് പേർക്ക് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് കളക്ഷനും IVയും കാര്യങ്ങളെക്കുറിച്ചുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ചില ഹോം കെയർസ് ഈ ബ്ലഡ് കളക്ഷൻ, IV, ഇഞ്ചക്ഷൻസിന് വേണ്ടി മാത്രമായിട്ട് രജിസ്റ്റേർഡ് നഴ്സിനെ വെച്ചിട്ടുണ്ട്. മീൻസ് ഇതുണ്ട്, വിത്തൗട്ട് ലൈസൻസ് ഇല്ലാത്തവരെ, ANMസിനെ, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, അങ്ങനത്തെ ഉള്ളവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
ഈ ഹോം കെയറിൽ എൽഡർ കെയർ, ബേബി കെയർ അങ്ങനത്തെ ഇതിലേക്കൊക്കെ വിടാറുണ്ട്. അല്ലാതെ ഈ ഐ വി ഒക്കെ നന്നായിട്ട് ഇടാൻ അറിയുന്നത്, ബ്ലഡ് കളക്ഷൻ അങ്ങനത്തെ ഉള്ളവരെയൊക്കെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ 2 സെക്ഷനായിട്ട് അവരെ നേഴ്സസിന് തിരിച്ചിട്ട് അങ്ങനെ അവർ വിടുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അവിടെ ചെന്നതിന് എങ്ങനെയായിരിക്കും അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് സേഫ് ആണോ അങ്ങനെ ചെയ്യുന്നതിന് എന്നൊക്കെ. അപ്പോൾ നമുക്ക് സേഫാണ്, നമ്മൾ ഓൾറെഡി നമുക്ക് ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഓൾറെഡി ഏതാണ് പേഷ്യൻ്റ് നമുക്ക് ആ ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കമ്പനിയിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന സർവീസ് വേണം. എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണ് ടെസ്റ്റ് വേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അവരുടെ അഡ്രസ്സും ഒരു ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ട്. ചിലവർ ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്, ഈ ബ്ലഡാണ്, അത് CBC ആണ് അവർക്ക് വേണ്ടത്, EDT ബോട്ടിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മുടെ അതായത് കോർഡിനേറ്റർ ഉണ്ട്, നമുക്കിത് നോക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻ്റെ കാര്യങ്ങളും മൊബൈൽ നമ്പറും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോകുന്നു. അപ്പോൾ CBC ആണ്, നമുക്ക് EDT ആണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓൾറെഡി കമ്പനിയിൽ ആളുണ്ടല്ലോ, അവരെ വിളിച്ച് ചോദിക്കാം. അവിടെ ചോദിക്കുന്നു. പിന്നെ നമുക്ക് കൺസെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റലും ഉണ്ട്, അല്ലാണ്ട് മറ്റേ ഇതും ഉണ്ട്. അതിൽ കൺസെൻറ്റ് എടുക്കുന്നു, പേപ്പറും ഉണ്ട്, അതിൽ കൺസെൻറ്റ് എടുക്കുന്നു, എല്ലാം വായിച്ച് നോക്കി അവർ കൺസെൻറ്റ് സൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡ് എടുക്കുന്നു. നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. എന്താ പറയുന്ന ബ്ലഡ് കൂളർ ബോക്സ്, നമുക്ക് വേണ്ട മെഡിക്കൽ ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് ഡ്രൈവറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ ഡ്രൈവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഡ്രൈവർ ആ ലൊക്കേഷനിൽ പോകുന്നു, എന്താക്കുന്നു, നമ്മളവിടെ പോയിരുന്നു, പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, ഇതാക്കുന്നു, അവരടുത്ത് ചോദിക്കുന്നു, അവർ കൺഫേം ചെയ്യുന്നു, സൈൻ കാര്യങ്ങൾ മേടിക്കുന്നു, നമ്മൾ എടുക്കുന്നു, എന്ത് ചെയ്യുന്നു, കൂളർ ബോക്സിൽ വെക്കുന്നു. അറ്റ് എ ടൈമിൽ വിത്തിൻ 1 hour നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇതിൽ യാതൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, IV ഇതും ബ്ലഡ് കളക്ഷനും ഒക്കെ. അങ്ങനെയുള്ളവർ മാത്രമേ അവിടെ ഇടാറുള്ളൂ, അല്ലാണ്ട് ഒന്നും അറിയാത്തവരൊന്നും പിടിച്ച് അങ്ങനെ ഇടാറില്ല. പിന്നെ IV അതുപോലെ തന്നെ IV അധികവും എന്താ പറയുക, ഹെൽത്ത് റിലേറ്റഡ് അല്ല, അവർക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള IVകളാണ് അധികവും ഹോം കെയറിൽ വരുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്കിൻ കെയർ, പിന്നെ എന്താ പറയുക, ഗ്ലൂട്ടാതയോൺസ്, അതുപോലെ ഹെയർ ഫോളിൻ്റെ, ഹെയർ ഗ്രോത്തിൻ്റെ, ലിവർ ഡിറ്റോക്സ്, എനർജി ബൂസ്റ്റർ, അതുപോലെ സാധാരണ പ്ലെയിൻ NSALSO, ഡീഹൈഡ്രേഷൻസ്, ഫ്ലൂയിഡ്സ് അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ പേഷ്യൻസിന് അവിടെ സിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, അവർ ആരോഗ്യമായിട്ട് ഇരിക്കുന്ന, അവർക്കൊരു കുഴപ്പമില്ല. എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതാണ് ഈ IVs എന്ന് പറയുന്നത്. അത് വിത്തിൻ 1 hour മാക്സിമം ഒരു 2 hours കൊണ്ട് ഫിനിഷ് ആവാറുണ്ട്. അവിടെ ചെല്ലുന്നു, IV ഇടുന്നു, അവരെ കൺസെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു, ഡയലൂട്ട് ചെയ്യുന്നു, NSൽ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വിത്തിൻ 1 or 2 hours ഫിനിഷ് ആവുന്നു. അതും ഡോക്ടർ എല്ലാം ഓൾറെഡി പ്രീ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ IM ഇഞ്ചക്ഷനെ കുറിച്ച് വീണ്ടും ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. IM ഇഞ്ചക്ഷൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ ചിലപ്പോൾ ബി വൈറ്റമിൻ D, എസ്പെഷ്യലി വരുന്നത് വൈറ്റമിൻ D വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ B12 അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഹോം കെയറിന് കൊടുക്കുന്നത്. അത് അവരുടെ ഡെഫിഷ്യൻസി കാരണം അതും ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഇന്നതാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി ആയിരിക്കുന്നവർക്കുള്ള IM ഇഞ്ചക്ഷൻസ് ഉള്ളത് അത് ഓൾറെഡി അവരുടെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ നമ്മളൊന്നും ചെയ്യില്ല. ഡോക്ടർ ഓൾറെഡി കൺസൾട്ട് ചെയ്ത് എല്ലാം കൺഫേം ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ പോകുന്നു, കൺസെൻറ്റ് കാര്യങ്ങൾ എടുക്കുന്നു, അവർ നമുക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ IVs ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ഹോം കെയേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് IV, ബ്ലഡ്, പിന്നെ ഇഞ്ചക്ഷൻസ്. പിന്നെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ സാധാ കുഞ്ഞു ഡ്രസ്സിങ്, ബെഡ് സോർ ഡ്രസ്സിങ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ സാധാ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് നമ്മുടെ ഹോം കെയറിൽ നിന്ന് തന്നെ തന്നു വിടുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അതുപോലെ തന്നെ. പിന്നെ നമുക്ക് ഒരു ഹോം കെയറിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ 1 week ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ ഓൾറെഡി എല്ലാം തന്ന് ഒരു നേഴ്സിൻ്റെ കൂടെ, സീനിയർ നേഴ്സിൻ്റെ കൂടെ നമ്മളെ വിട്ട് നമ്മൾ എല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഒറ്റയ്ക്കായിട്ട് ഇടുന്നത്. അതിപ്പോൾ എൽഡർ കെയർ ആണെങ്കിലും ബേബി കെയർ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഈ വെന്റിലേറ്ററും ട്രക്കിയോസ്റ്റമി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാണ്ട് സാധാ ബെഡ് ഇഡൻ ആയിട്ടുള്ളതും സാധാ ന്യൂബോൺ സാധാ ബേബീസിനെയൊക്കെ നോക്കാൻ പോകുന്നതിന് നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. നമ്മൾ നമ്മുടെ കുട്ടിയെ എങ്ങനെ നോക്കുന്നു, നമ്മൾ നമ്മുടെ അച്ഛനും അമ്മേനെ എങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെ അവിടെ പോയി നോക്കുന്നു. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും ഇല്ല. പൊസിഷനും കാര്യങ്ങളും ഫുഡും മെഡിസിനും ഒക്കെ എടുത്തു കൊടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി കൊടുക്കുന്നതാണ്. അവർക്ക് അതിൻ്റേതായ കെയർ എക്സ്ട്രാ വേണ്ടി വരും. പിന്നെ കുറേ ഇഷ്യൂസുകൾ ഉണ്ടാവും. എന്താ പറയുക, പാരൻസ് അതായത് പേഷ്യൻസ് നമ്മളുമായിട്ട് കോപ്പറേറ്റീവ് അല്ല. പിന്നെ അതുപോലെ തന്നെ
വീട്ടിലെ റിലേറ്റീവ്സ് നമ്മളായിട്ട് കോപ്പറേറ്റീവ് ആയിരിക്കില്ല, അങ്ങനത്തെ ഇഷ്യൂസ്. അവർ വിചാരിച്ച പോലത്തെ കെയർ, ചില വീട്ടുകാർക്ക് അവർ വിചാരിച്ച പോലത്തെ കെയറും കാര്യങ്ങളും തന്നെ വേണം, അതുപോലെ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ചൊറിയും, പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യും. അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന അതുപോലെ ചെയ്യാം. പിന്നെ എന്തായാലും ചില വീട്ടുകാർക്ക് നമ്മൾ എത്രയൊക്കെ ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അത് അവർ നമ്മുടെ അടുത്ത് പ്രതികരിക്കാറുമുണ്ട്, നമ്മളെ ഷൗട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല നമ്മളോട് ഷൗട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമ്പനിയിൽ പറയണം, എന്നിട്ട് അതിന് റിപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് അത് സഹിച്ച് കിഴിച്ചിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും, ANM കിട്ടുമോ, ലൈസൻസ് ഇല്ലാത്തവർക്ക് കിട്ടുമോ, ഇത് കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, സാലറി എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രജിസ്റ്റേർഡ് നഴ്സിനൊക്കെ സാലറി 10ന്റെ മുകളിൽ വരെ കിട്ടുന്നുണ്ട് കേട്ടോ, വിത്ത് എക്സ്പീരിയൻസിൽ. വിത്തൗട്ട് എക്സ്പീരിയൻസിലും എബോവ് 5 ഒക്കെ കിട്ടുന്നുണ്ട്. 5 കിട്ടുന്നുണ്ട് രജിസ്റ്റേർഡ് നഴ്സിനൊക്കെയുള്ള കാര്യം ഞാൻ പറഞ്ഞ ലൈസൻസ് ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഹോം കെയറും നല്ലതാണ്. അത് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ, ചിലപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോലി തന്നെയാണ് ഹോം കെയറിൻ്റെ കേട്ടോ. കുറേ ഹോം കെയേഴ്സ് ഉണ്ട്, കുറേ നഴ്സസ് ഹോം കെയറിന് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.